ശരണവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പം നിരവധി സിനിമാ ഗാനങ്ങളുടെ ഭക്തിഗാനങ്ങളുടെ രചനയിലൂടെ നമുക്കേറെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ശ്രീ സന്തോഷ് വർമ്മ. സന്തോഷേട്ടാ, സ്വാമി ശരണം. സന്തോഷേട്ടാ, ഒട്ടേറെ പ്രശസ്തമായിട്ടുള്ള അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ രചന നിർവഹിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തിഗാന രചനയുടെ തുടക്കവും തുടർച്ചയും എങ്ങനെയാണ്? അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ രചന എന്ന് പറയുമ്പോൾ ഞാൻ ഈ ആദ്യം ഒക്കെ നമ്മുടെ എന്താ പറയുക സമീപ പ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ ശിവൻ, പൂർണ്ണത്രൈശനിലാണ് എൻ്റെ തുടക്കം. അതുപോലെ സ്വദേശം തൃപ്പൂണിത്തുറ ആയതുകൊണ്ട് പൂർണ്ണത്രൈശൻ്റെ ഒരു സമ്പൂർണ്ണ ഭക്തിഗാന സമാഹാരം ആദ്യമായിട്ട് എൻ്റെ രചനയിലാണ് പൂർണ്ണമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഭക്തിഗാന ജീവിതത്തിലെ അല്ലെങ്കിൽ എഴുത്ത് ജീവിതത്തിലെ തന്നെ ഒരു പക്ഷേ തുടക്കം. ഒരു ഇങ്ങനെ അതായത് നമ്മുടെ പാട്ടുകൾ പുറത്തു വരുന്ന ആദ്യത്തെ ഒരു വർക്ക് ശ്രീ പൂർണ്ണത്രൈശം എന്ന് പറയുന്ന വർക്കായിരുന്നു ആദ്യം. അതിനുശേഷം അയ്യപ്പനെക്കുറിച്ച് എഴുതണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അന്നൊക്കെ ഒരുപാട് പാട്ടിലിറങ്ങുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ എനിക്കൊരു അവസരം വന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ ഒരു അയ്യപ്പ ഗാനങ്ങൾ എഴുതണം. അപ്പോൾ നമ്മുടെ അന്നത്തെ പ്രശസ്തയായിരുന്ന ഗായിക അന്നത്തെ ഒരു കുട്ടിപ്പാട്ട് പാടി അശ്വതി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രരാജാവിലെ പാട്ട് സ്വപ്നം ത്യജിച്ചാൽ എന്നുള്ള പാട്ട് പാടിയ കുട്ടിയുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ കൊണ്ട് ഒക്കെ പാടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നല്ലോണം പാടുന്ന കുറേ കുട്ടികളെ, ചെറിയ കുട്ടികളെ കൊണ്ട് പാടിക്കുന്ന ഒരു വർക്കായിട്ട് അതാണ് എൻ്റെ റിനിൽ ജോൺസ് ആണത്. ഗൗതം ഇപ്പോഴും ഗൗതം എന്ന് പറയുന്നത് ഗൗതമും ജോൺസൺ അവർ രണ്ടുപേരും ചേർന്നാണ് അത് ഈണം നൽകിയത്. അതായിരുന്നു എൻ്റെ അയ്യപ്പ ഇതിലെ തുടക്കം, അയ്യപ്പ ഭക്തി ഗാനങ്ങളിൽ.